നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ഒരു വാദപ്രതിവാദത്തിൽ പോവുകയാണ്. അല്ലാത്ത ഭക്ഷണമുണ്ടോ? ആദ്യമായി ഒറ്റക്ക് നടത്തുന്ന വാദപ്രതിവാദമാണ്. ഈ വാദപ്രതിവാദത്തിൽ വെച്ച് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് പരാജയപ്പെട്ടാൽ പരാജയപ്പെടുന്ന ദൂരാണ്. അതുകൊണ്ട് തന്നെ സൂക്ഷ്മതയുള്ളൊരാരുമെന്ന നിലയ്ക്ക് വല്ലാത്ത ഭക്ഷണമുണ്ട്. എന്നാലും ഉസ്താദ് മഞ്ഞക്കുളം മക്കാം സിയാറത്ത് ചെയ്തു. പോകുമ്പോൾ ആദ്യമായി ശ്രദ്ധിച്ചത് മടവൂർ ഉസ്താദിനെ കിട്ടുമോ എന്നാണ്. മടവൂർ ഉസ്താദ് പല രാജ്യത്തും നടക്കുന്ന സമയമായതുകൊണ്ട് മഹാനായ സിയും തങ്ങൾ അള്ളാഹു അവരെ നമ്മളെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി പെരുമാറാകട്ടെ. ആണ്ട് നടക്കുന്ന സമയമാണല്ലോ. എല്ലാ വീട്ടിലും ഒരു ചെറിയ പാത്തി ഓടിയിട്ടെങ്കിലും ഒരു ചെറിയ ഭക്ഷണം ഉണ്ടാക്കിയിട്ടെങ്കിലും ആരെയും വിളിച്ചില്ലെങ്കിലും നിങ്ങൾ ആ ആണ്ടൊന്ന് കഴിക്കാൻ ശ്രദ്ധിക്കണം. അല്ലാഹു ഭാഗ്യം നൽകുമാറാവട്ടെ. മഹാനായ മടവൂർ ഉസ്താദിനെ നോക്കിയിട്ട് കാണുന്നില്ല. വിഷമത്തോടെ പോയി മഞ്ഞക്കുളം മക്കാന് സിയാറത്ത് ചെയ്തു. പുറത്തിറങ്ങുമ്പോൾ ഒരാൾ വരുന്നു. ഞാൻ മടവൂരിന്നാണ് വരുന്നത്, ഉസ്താദ് പറഞ്ഞയച്ചതാണ്, ധൈര്യമായി സംവാദം നടത്താൻ പറഞ്ഞിട്ടുണ്ട്, ഉസ്താദ് അവിടെ ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഉസ്താദിന് സമാധാനമായി. 4 ദിവസത്തെ സംവാദം നടന്നു. 98 വീടുകൾ, അവിടെയുള്ള ഭൂരിപക്ഷ വീടുകളും സുന്നിയായി, ഒരു വീട് പള്ളിയായി പ്രഖ്യാപിച്ചു. റാഹത്തായി തിരിച്ചു വരുമ്പോൾ വല്ലാത്ത രോഗം. ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ രോഗം കാണുന്നില്ല. ഡോക്ടർ കൊടുത്ത മരുന്ന് കൊണ്ടൊന്നും ശിഫയാകുന്നില്ല. വീട്ടിലെത്തി ഉസ്താദ് തളർന്നു പോയ ഉസ്താദ് മടവൂരിന് വേണ്ടി ജീവിക്കുന്ന മടവൂർ ഉസ്താദിന് യാസീനോട് ഹദിയ ചെയ്തു. അന്ന് ഉറങ്ങിപ്പോയി. അർദ്ധരാത്രി സമയമാകുമ്പോഴാ ഉസ്താദിന് സ്വപ്നം കാണുകയാണ്. ശബ്ദത്തിലൊരു ശത്രു ഉസ്താദിനെ പിടിക്കാൻ വേണ്ടി വരുന്നു. ഉസ്താദ് അതിശക്തമായി ഓടിക്കൊണ്ടിരിക്കുന്നു. ശത്രു പിന്നാലെ ഓടി വരികയാണ്. ഒരു കിണറിന്റെ വക്കിലെത്തി. ആ കിണറിലേക്ക് വീണാൽ ഇനി രക്ഷപ്പെടുകയില്ല. ശത്രുവെന്ന് ഉസ്താദിനെ കിണറിലേക്ക് തള്ളി. ഉസ്താദ് ശക്തിയായി എടുത്തു ചാടി. അത് ആ കിണറിന്റെ മറുഭാഗത്തെത്തി. ശത്രുവും മറുഭാഗത്തെത്തി. ഉസ്താദിനെ പിടിച്ച് കിണറിലേക്ക് വലിക്കുകയാണ്. ഉസ്താദ് തളർന്നുപോയി കിണറിലേക്ക് വീടുമെന്നായി. പെട്ടെന്നാണ് മടവൂർ ശൈഖ് അവർകൾ പ്രത്യക്ഷപ്പെടുന്നത്. മഹാനായ സിഎം മരിയുള്ളായി പ്രത്യക്ഷപ്പെട്ട് ശത്രുവിനെ ആട്ടിയോടിച്ചു. ഉസ്താദിനെ വിളിച്ചിട്ട് നാവ് തുറക്കാൻ പറഞ്ഞു. നാവിന്റെ അടിഭാഗത്തിന് ഒരു കറുത്ത സാധനം എടുത്ത് ദൂരേക്ക് വലിച്ചെറിഞ്ഞു. പുറത്തൊരു കുട്ടുകൊട്ടിയിട്ട് പറഞ്ഞു, ലാ തഖഫ്, പേടിക്കേണ്ടതില്ല. ഉസ്താദെന്ന് നെറ്റിയോണത്തി നോക്കുമ്പോൾ രോഗമില്ല. ഉസ്താദിന് വല്ലാത്ത അത്ഭുതം. ഉടനെ ബഹുമാനപ്പെട്ട ഉസ്താദ് മടവൂർ ഉസ്താദിനെ കാണാൻ താല്പര്യപ്പെടുകയാണ്. അന്വേഷിക്കുമ്പോൾ കിട്ടുന്നു കൊതുവള്ളിയിലെ മുട്ടായി ഹാജിയുടെ വീട്ടിലുണ്ട്. എന്നോട് ഈ സംഭവം പറയുന്നത് ബഹുമാനപ്പെട്ട അന്ന് ഉസ്താദ് മടവൂർ ഉസ്താദിനെ കാണാൻ വരുമ്പോൾ മടവൂർ ഉസ്താദിന്റെ കാലിൽ കൊണ്ടിരുന്ന ബഹുമാനപ്പെട്ട ദൗലത്തൂർ തങ്ങൾ പാപ്പയാണ്. അല്ലാഹു ദീർഘായുസ് നൽകുമാറാവട്ടെ. മടവൂരിന്റെ കയ്യിൽ നിന്ന് കാലിങ്ങ് വലിച്ചു. ഒരൊറ്റ എണീച്ചല. എണീറ്റോടെ പറഞ്ഞു, അമാ ഖുൽതു ലക ലാ തഖഫ് അഖൂലു അൽആന ലാ തഹ്സൻ. എന്താണ് പറഞ്ഞത്? അമാ ഖുൽതു ലക ലാ തഖഫ്, നിങ്ങൾ പേടിക്കേണ്ടതില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? എപ്പോഴാ പറഞ്ഞത്? ഉറക്കത്തില്. ഞാനിത് പൂർത്തിയാക്കുന്നു. എപ്പോഴും ഉണർച്ചയില്. അഖൂലു അൽആൻ, ഈ ഉണർച്ചയിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ലാ തഹ്സൻ, ലാ തഹ്സൻ, പേടിക്കേണ്ടതില്ല, വിഷമിക്കേണ്ടതില്ല. കൊടുങ്കാറ്റ് പോലെ ശത്രുക്കളാകി വീശിയാലും എന്തെല്ലാം പ്രയാസങ്ങളുണ്ടായാലും എത്ര ആളുകൾ ജയിലിലടക്കാൻ ശ്രമിച്ചാലും എന്തെല്ലാം മതവാദങ്ങൾ ഉണ്ടാക്കിയാലും ഏതെല്ലാം രൂപത്തിൽ ആക്ഷേപങ്ങൾ വന്നാലും എവിടെയൊക്കെ വെച്ച് കൊടുക്കാൻ ശ്രമിച്ചാലും എത്ര മന്ത്രിമാരും MLA-മാരും MP-മാരും അവസാനം ജഡ്ജിമാര് വരെ ശ്രമം നടത്തിയാലും ഞാൻ പറയട്ടെ, മടവൂർ ഉസ്താദ് ലാ തഹ്സൻ, നിങ്ങൾ വിഷമിക്കേണ്ടി വരില്ല എന്ന് പറഞ്ഞ ബഹുമാനപ്പെട്ട പണ്ഡിതനെ വിഷമിപ്പിക്കാൻ നമുക്ക് കഴിയുമോ? മടവൂരിന്റെ ആണ്ട് കഴിക്കുന്നവർ ചിന്തിക്കാനാണ് ഞാനിത് പറയുന്നത്. മടവൂർ ഉസ്താദിന്റെ ആണ്ട് കഴിക്കുന്നവർക്ക് മടവൂർ ഉസ്താദിന് വിശ്വാസമുണ്ടെങ്കിൽ അവർ ചിന്തിക്കാനാണ് ഞാനിത് പറയുന്നത്. ലാ തഹ്സൻ. നിങ്ങൾ ആലോചിച്ച് നോക്കും. ബഹുമാനപ്പെട്ട മടവൂർ ഉസ്താദിന്റെ നാവുകൊണ്ട് ഇത് നമ്മളത് അനുഭവിക്കുന്നില്ലേ? എന്തെല്ലാം പ്രയാസങ്ങളുണ്ടായി.
ഏതെല്ലാം രൂപത്തിലുള്ള ആരോപണങ്ങൾ വന്നു, എന്തെല്ലാം ആക്ഷേപങ്ങൾ വന്നു. മഹാനായ കാന്തപുരമുസ്താദിനെ പോലെ കേരളത്തിൽ ആക്ഷേപങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ഏതെങ്കിലും ഒരാളുണ്ടായിട്ടുണ്ടോ? അതുണ്ടാകും. യഥാർത്ഥ പണ്ഡിതനല്ലാഹു 4 പരീക്ഷണങ്ങൾ നൽകുമെന്ന ഹബീബ് റസൂലുള്ളാഹി. ആ 4 പരീക്ഷണങ്ങളിൽപ്പെട്ടതാണ് സ്വന്തക്കാരായ ആളുകൾ ആക്ഷേപിക്കുക. ഇതുവരെ കൂടെ നടന്നവര്, കൊണ്ടു നടന്നിരുന്ന ആളുകൾ, ശമാത്തത്തുൽ അസ്തിഖാ, സ്വന്തക്കാര ഭാഗത്തു നിന്ന് വരുന്ന ആക്ഷേപം യഥാർത്ഥ പണ്ഡിതന് വരുന്നൊരു പരീക്ഷണമാണെന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിക്കുകയാണ്. രണ്ടാമത്തെ കാര്യമോ, വിവരമില്ലാത്തവർ ഉപ്പും ചാക്കിരുന്ന് ആ പണ്ഡിതനെ ആക്ഷേപിക്കുകയാണ്. മൂന്നാമത്തത്, ആ പണ്ഡിതന് നേരെ വലിയ ആരോപണങ്ങളും വലിയ ആക്ഷേപങ്ങളും കടന്നു വരുന്ന സമയത്ത് ആ സമയത്ത് ഭരണകൂടത്തിൽ നിന്ന് എതിർത്ത് വരികയാണ്. അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറെ കാര്യങ്ങൾ പണ്ഡിതന്മാര് പരിചയപ്പെടുത്തി വെച്ചത് മാത്രമേ ഇന്ന് നടക്കുന്നുള്ളൂ. ഞാനതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ കൂടെ നിൽക്കുന്നവർ ആക്ഷേപിക്കുമ്പോ, നാടൊട്ടാകെ എതിർപ്പ് പ്രകടിപ്പിക്കുമ്പോ, സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതിന് ആക്രമണം വരുമ്പോ, എല്ലാ ഭാഗത്തുനിന്നും വിവരമില്ലാത്തവരിങ്ങനെ അഭിപ്രായം പറയുന്ന സമയം വരുമ്പോ അതിനൊക്കെ ക്ഷമിക്കാനുള്ള കഴിവൊരു പണ്ഡിതന് റബ്ബ് നൽകിയാലോ, ആ പണ്ഡിതൻ അല്ലാഹു 4 പ്രധാനപ്പെട്ട